രാവിലെ കൊണ്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കോളേജ്, ഞാൻ പഠിച്ച കോളേജാണ്. പിന്നെ 6 കൊല്ലം ഇവിടെ പഠിച്ചാണ്. ഞാൻ ഈ കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. കുറെ കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, ഒരു ഓർഗനൈസേഷൻ വെച്ച പരിപാടി. അവിടെ യൂസ് ചെയ്യില്ലല്ലേ? ഞാൻ ഇവിടെ രാജഗിരിയിലാണ് പഠിച്ചത്. രാജഗിരിയിലാണ്, പിന്നെ ആലുവയിലായിരുന്നു, പിന്നെ ഫിസാറ്റിൽ പോയി. കടൽ ബാങ്കിന്റെ എഞ്ചിനീയറിംഗ് ചെയ്തല്ലേ? ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാണാന്ന് പറഞ്ഞു. ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. പിന്നെ 2005 മുതൽ ഒരുപാട് വിഭാഗങ്ങൾ UDFനെ വിട്ടുപോയിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അവരെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 90-95% പേര് തിരിച്ചു കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക്, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ എല്ലാ ബൈ ഇലക്ഷൻസിലും, പാർലമെന്റ് ഇലക്ഷനിലും, ലോക്കൽ ബോഡി ഇലക്ഷനിലും ഉണ്ടായ അത്യപൂർവമായ വിജയം, ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത വിജയം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വിജയമാണ്. ഏത് കേഡർ പാർട്ടിയെ പോലും തോൽപ്പിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംഘടനാ മികവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും UDFന് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പുകളാണ് ഇതെല്ലാം. അതിന്റെ റിസൾട്ടാണ്, അതിന്റെ കണ്ടിന്യൂവേഷനാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാനതിനെ രാഷ്ട്രീയമായി വിലയിരുത്തലാണ്. നിങ്ങൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഇത്രയും വോട്ടിന് ജയിക്കും, ഇത്രയും സീറ്റ് കിട്ടും എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ? കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാവുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ? അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ? അത് കൊണ്ടു നടക്കട്ടെ. അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പ്രളയ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് എല്ലാത്തിനും അവരുടെ യൂസ് ചെയ്തതിനു ശേഷം അവര് ഭയങ്കര അവരെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് ആ പ്രളയ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വണ്ടിയായിട്ട് എല്ലായിടത്തും വന്നു. പിന്നീട് അവരെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അത് മാറി. അതുകൊണ്ടാണ് UDF അത് ഗൗരവമായി ആലോചിച്ച് അപകടമില്ലാത്ത തരത്തിലുള്ള എല്ലാ മോഡിഫിക്കേഷനും സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്.